ഇനി നമ്മൾ അടുത്തതായി പോകുന്നത് അയോധ്യയിലേക്കാണ്. അയോധ്യയിലെ സംഭാവന കൊള്ള മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമോ? അങ്ങനെയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അയോധ്യ രാമക്ഷേത്രത്തിൽ സംഭാവനയ്ക്ക് പുറമെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടത്തിലും വൻ തട്ടിപ്പ് നടന്നു എന്നതാണ് പുതുതായി വരുന്ന ആരോപണം. ഓരോ പ്രവൃത്തിക്കും 40% വരെയൊക്കെ കമ്മീഷൻ ഈടാക്കി. രാം ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റായിക്ക് ഇതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് ജോലി ചെയ്തവർ തന്നെയാണ്. ചമ്പത് റായിയുടെ അടുത്ത അനുയായിയും ഡ്രൈവറുമായിരുന്ന ടിന്നു യാദവ് വഴിയായിരുന്നു ഇത്രേ ഈ പണപ്പിരിവുകളൊക്കെ നടന്നത്. കഴിഞ്ഞ കൊല്ലം മഹാകുംഭമേളയുടെ സമയം മുതലാണ് ഈ തട്ടിപ്പുകൾ സജീവമായതെന്നാണ് പുറത്തുവരുന്ന വിവരം. സാധാരണയായി ഓരോ ദിവസവും അയോധ്യയിൽ ശരാശരി 1 ലക്ഷം പേരാണ് എത്തുന്നത്. കുംഭമേള സമയത്ത് അത് 10-12 ലക്ഷമായി. സ്വാഭാവികമായി സംഭാവന തുകയും കുതിച്ചുയർന്നു. തിരക്ക് കാരണം സംഭാവന എണ്ണാൻ കൂടുതൽ താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചു. ഇതോടെയാണ് കാണിക്കയായി കിട്ടുന്ന പണം പുറത്തേക്ക് കടത്താനുള്ള സംഘടിത നീക്കം തുടങ്ങിയതെന്നാണ് സൂചന. ചെറിയ തട്ടിപ്പുകൾ ഇടയ്ക്കൊക്കെ കണ്ടെത്തിയെങ്കിലും ട്രസ്റ്റ് പരാതിയൊന്നും നൽകിയില്ല. ഇപ്പോൾ ഈ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും അത് തട്ടിപ്പുകാർക്കിടയിലെ ഭിന്നതയെ തുടർന്ന് മാത്രമാണ് പുറത്തു വന്നതെന്ന് ഓർക്കണം. രാം ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് യോഗം ഇതിനിടെ തിങ്കളാഴ്ച ചേരുന്നുണ്ട്. CEO നിയമനം, SIT റിപ്പോർട്ട് എന്നിവയൊക്കെയാകും ചർച്ചയാവുക. എങ്ങനെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ? വിഷ്ണു പ്രസാദ് ഡൽഹിയിൽ നിന്ന് വിശദീകരിക്കും. തിങ്കളാഴ്ച മണി രാംദാസ് ചവനിയിൽ നടക്കുന്ന യോഗത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് അയോധ്യ രാമക്ഷേത്രത്തിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് SIT സമർപ്പിക്കുന്ന പ്രാഥമിക റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പോകുന്ന ട്രസ്റ്റ് യോഗം കൂടിയാണത്. ഈ യോഗത്തിൽ പ്രധാനമായും ട്രസ്റ്റിൽ വരുത്തേണ്ട മാറ്റങ്ങളായിരിക്കും ആദ്യ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട അംഗങ്ങളായ ചമ്പത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു എന്നിവർ സമർപ്പിച്ച രാജിക്കത്ത് ഈ ട്രസ്റ്റ് യോഗം ചർച്ച ചെയ്യും. 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ ആ ട്രസ്റ്റിൽ നിന്ന് അംഗങ്ങളുടെ രാജി അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, ഈ നേതാക്കളെല്ലാം തന്നെ മുൻപ് രാജിവെച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഇവർ ഇപ്പോഴും ട്രസ്റ്റിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. മുതിർന്ന അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തുന്നില്ല, ഇവരെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളെല്ലാം നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഇവർക്കെതിരെ എന്തായിരിക്കും ട്രസ്റ്റ് സ്വീകരിക്കുന്ന നടപടി എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, SIT അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചുകൊണ്ട് തന്നെ മുതിർന്ന അംഗങ്ങളെ കൂടാതെ മറ്റുള്ള അംഗങ്ങൾക്ക് ഇതിലുള്ള പങ്ക്, ഒപ്പം തന്നെ ഇനി അന്വേഷണം എത്തിച്ചേരാൻ സാധ്യതയുള്ള അംഗങ്ങളെ കുറിച്ചുള്ള അല്ലെങ്കിൽ അവർക്ക് ഏൽപ്പിക്കേണ്ടുന്ന ചുമതലകളെ കുറിച്ചുള്ള ചർച്ചകളും ഈ 6-ാം തീയതി നടക്കുന്ന ട്രസ്റ്റ് യോഗത്തിൽ ഉണ്ടാകുമെന്നത് തീർച്ചയാണ്. ട്രസ്റ്റിന് പുതിയ CEOയെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇതുവരെയും ചോദ്യം ചെയ്യപ്പെടാത്ത ട്രസ്റ്റിന്റെ ട്രഷറർ ഉൾപ്പെടെ അന്വേഷണ പരിധിയിലേക്ക് എത്താനുള്ള സാധ്യത SIT ഇപ്പോഴും തള്ളിക്കളയുന്നില്ല. ട്രസ്റ്റിലെ മറ്റംഗങ്ങളിലേക്ക് വ്യാപകമായി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. VIP ദർശനത്തിന്റെ പേരിൽ ഉൾപ്പെടെ പണം തട്ടിയെടുത്തു എന്ന ആരോപണം ശക്തമാകുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റിലെ മറ്റംഗങ്ങളും ഈ അന്വേഷണം നേരിടേണ്ടി വരും. പ്രധാനമായും ഇതുവരെ പിന്തുണച്ചിരുന്ന സംഘപരിവാർ സംഘടനകളൊന്നും തന്നെ ഇപ്പോൾ ട്രസ്റ്റിനെയോ അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന്റെ മുതിർന്ന അംഗങ്ങളെയോ പിന്തുണയ്ക്കാനില്ല എന്നതും വസ്തുതയാണ്. RSS അയച്ച പ്രതിനിധി ട്രസ്റ്റിൽ നടന്ന തട്ടിപ്പിനെ കുറിച്ച് അന്വേഷിക്കുകയും അതിന്റെ ഒരു റിപ്പോർട്ട് RSSന് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് RSS പോലും നിലപാട് മാറ്റിയതും ഈ ട്രസ്റ്റിൽ കുറ്റക്കാരായവരുണ്ടെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്ന ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായി ഉത്തർപ്രദേശിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്ന മാസങ്ങളാണ് മുൻപിലുള്ളത്. ഫെബ്രുവരിയിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തന്നെ ഇത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള ഒരു തർക്ക വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ട്രസ്റ്റിന്റെ പേരിൽ മുഖച്ഛായയും പ്രതിച്ഛായയും നഷ്ടപ്പെടുത്താൻ BJPയും ആഗ്രഹിക്കുന്നില്ല, സംഘപരിവാർ സംഘടനകളും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണത്തെ യാതൊരു തരത്തിലും തടസ്സപ്പെടുത്തേണ്ടതില്ല എന്ന് തന്നെയാണ് ട്രസ്റ്റിന്റെ തീരുമാനം. ആ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ഏതൊക്കെ വലിയ തലകൾ ഉരുളുമെന്നത് ട്രസ്റ്റ് ശരിയാണ്. ഏതൊക്കെ വലിയ തലകൾ ഉരുളും അത് തന്നെയാണ് അറിയേണ്ടത്. ഏതറ്റം വരെ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൂടി അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ തട്ടിപ്പുകൾ അധികൃതർ അറിയാതെ നടന്നെന്ന് സാധാരണക്കാരായ വിശ്വാസികൾ കരുതുന്നില്ല. ക്ഷേത്ര മാനേജറായ ഗോപാൽ റാവുവിനെതിരെ കഴിഞ്ഞ ദിവസം വിമാനത്തിൽ വെച്ച് ഒരു പ്രതിഷേധമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. വിമാനത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരനാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ രാംലല്ലയ്ക്ക് നൽകിയ ഓരോ രൂപയ്ക്കും ഭക്തരോട് ഉത്തരം പറയാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. പറഞ്ഞില്ലെങ്കിൽ അതിന് മറുപടി നൽകാൻ ജനങ്ങൾക്കറിയാം. തെരഞ്ഞെടുപ്പ് അധികം അകലെയല്ല എന്നോർക്കണം.